ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന കൂട്ടുള്ള പഴംപൊരിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അവരെങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വീട്ടിൽ തന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഏറ്റവും അതായത് ഇതുപോലെ ഏത്തക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്ത ഏത്തക്ക എടുക്കണേ, എന്നാലേ ടേസ്റ്റ് അത്രയും അധികം നന്നായി വരത്തേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് നമുക്ക് പുറത്തൊക്കെ ഇതുപോലെ കിട്ടുന്നു, നീളനെ ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ച്. അപ്പോൾ എത്രയും കനം കുറച്ച് മുറിക്കാൻ പറ്റുന്നു അത്രയും കനം കുറച്ച് മുറിച്ചെടുക്കണം, എന്നാലേ അതിനൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടത്തേ ഉള്ളൂ. പിന്നെ പഴുത്ത ഏത്തക്ക ആവണം, എന്നാലേ ഒന്നും കൂടെ നല്ല സ്വീറ്റ്നെസ് അറിയുമ്പോഴേ നല്ല ഒന്നും കൂടെ സോഫ്റ്റ് ആവത്തേ ഉള്ളൂ വെന്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ല പുറത്തെ കൂട്ടനെ നമുക്ക് കിട്ടും. ഇനി നമുക്കാണെങ്കിൽ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് ഞാൻ മേദ എടുത്തിട്ടുണ്ട്. മേദ നന്നായിട്ട് അടഞ്ഞെടുക്കണം. വല്ല ഡസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മളെങ്കിലും ഇതുപോലെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് അടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരം റവയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മളതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്ത് വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. സ്വീറ്റ്നെസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ. മക്കൾക്കൊക്കെ ഇവിടെ ഇച്ചിരി സ്വീറ്റ് അധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിനകത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി നന്നായിട്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിനാണെങ്കിൽ ഒരു മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒത്തിരി വെള്ളം പോലെയല്ല, ഇച്ചിരി മീഡിയം ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളാണെങ്കിൽ മാവൊക്കെ മുക്കി കോരി എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് എല്ലാം ഒലിച്ചങ്ങ് പോവും, പിന്നെ അധികം കിട്ടത്തില്ല. അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ മാവൊക്കെ വേണം, എന്നാലേ ഒരു കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് വരത്തേ ഉള്ളൂ. അപ്പോൾ അത് ഏതാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ കടായിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കണ്ട അതുപോലെ മീഡിയം തിക്കായിട്ടിരിക്കുന്നത്. ഇത് ഇത്രയും പാകം വേണേ. നമുക്കാണെങ്കിൽ ഇത് ഓരോ സ്ലൈസായിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറാവത്തില്ലേ, അപ്പോൾ അതിൻ്റെ 1 മിനിറ്റാണ് നമുക്കാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം വേണം കോരിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് എത്രയെങ്കിലും എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓയിൽ തീരെയായി തോന്നത്തില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നാളെ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഹോളിയൊക്കെ വരുന്നുണ്ട്. ഹോളി റെസിപ്പീസൊക്കെ എന്തെങ്കിലും പുതിയ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. എനിക്ക് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ പറയുന്ന റെസിപ്പീസൊക്കെ എനിക്ക് ട്രൈ ചെയ്യാനായിട്ട്. അപ്പം പറ്റുവാണെങ്കിൽ താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് എന്താ കാണാൻ താല്പര്യമുള്ളതെന്ന്. അപ്പോൾ അതേ കണ്ട അത് വറുത്തുപൊരി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി പഴംപൊരി, തട്ടുകട സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നാളെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.